നമ്മുടെ കുഞ്ഞുമക്കളുടെ അടുത്ത് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. പക്ഷെ ഈ മോൾക്കറിയാം. എന്താ മോളെ ഇത്? ഇതെന്താ മോളെ? ബൾബ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഇവരുണ്ടാക്കുന്നതാണ്. ഈ കുഞ്ഞു മക്കൾ ഉണ്ടാക്കുന്ന ബൾബാണ്. സോൾഡർ ചെയ്തില്ലേ? അടുത്ത് ഇനി ഇത് എന്ത് ചെയ്യാൻ പോകുന്നു? പഞ്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വെച്ചു. അടിപൊളി, സൂപ്പർ. പഞ്ച് ചെയ്ത് കഴിഞ്ഞോ? അത്രേ ഉള്ളില്ലേ? ആഹാ. ഓ, ടൂൾസ് ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നില്ലേ? മിഷന്റെ പേരെന്താ? സ്ക്രൂ ചെയ്യുന്ന മെഷീൻ. മോളെ സോൾഡർ ചെയ്യുന്നുണ്ടോ? ഈ സോൾഡർ എന്താ, അല്ല അയൺ എന്താന്നുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്ക് അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയില്ല. തെളിച്ചു വെക്കാൻ. തെളിച്ചു വെക്കാൻ. ആഹാ, ഇന്നല്ല. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ബൾബ് അല്ല ഈ ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷെ ഈ മോളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോള് ഏറ്റവും കാര്യം പറഞ്ഞു കേട്ടോ. ഈ ചെറിയ പ്രായത്തിൽ നിന്ന് അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി ഈ കുഞ്ഞ് കഷ്ടപ്പെടുവാണ്. അത് ഈ കുഞ്ഞു പ്രായത്തിൽ. മോൾക്ക് എത്ര വയസ്സുണ്ട് ഇപ്പം? 11 വയസ്സ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാട്ടോ. ഒരു 3-4 വർഷം മുമ്പേ കുഞ്ഞ് ഇതണക്ക് ബൾബ് ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ. അന്നേരം ഈ കുഞ്ഞിന്റെ വിശേഷമാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരുപാട് ദയനീയമായ അവസ്ഥയൊക്കെ കടന്ന് ഇപ്പൊ ഇവിടം വരെ എത്തിയിരിക്കുമല്ലേ? അന്നേരം അച്ഛനാണെങ്കിൽ ഇടയ്ക്കൊരു അമ്മയെ ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് ആളിനെ തടയാൻ ചെന്നപ്പോഴത്തേക്ക് അച്ഛന് കുത്തേക്കുകയും അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആവുകയും ചെയ്തു. ഇടയ്ക്കൊന്നും മറിഞ്ഞ് കൊണ്ട് കൈ കൊടിയുകയും ആ കൈ ഇപ്പോൾ സ്വാധീനമില്ലാതിരിക്കുകയും ചെയ്യുവാണ് കേട്ടോ. ആ കാരണം കൊണ്ട് ഈ കുഞ്ഞു മക്കൾ ബൾബ് ഉണ്ടാക്കാൻ പഠിച്ചോണ്ടിരിക്കും. മോൾ ഉണ്ടാക്കാൻ പഠിച്ചോ? ഈ ബൾബ് ഉണ്ടാക്കുവോ? ഉറപ്പാണോ? കണ്ടോ ആ ഒരു കോൺഫിഡൻസ്. എന്തിനാ മോളെ ചെയ്യുന്നത്? അച്ഛനെ സഹായിക്കാൻ. അന്നേരം നമുക്ക് ആ ബൾബ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ നമ്മൾ ഒരുപാട് പേര് കണ്ട് പരിചയപ്പെട്ടാണ് കേട്ടോ. എന്നാലും ഞാൻ ഇവരുടെ ദയനീയമായ അവസ്ഥ കണ്ട് പിന്നെയും വന്നിരിക്കുകയാണ്. നമ്മൾ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല റീച്ച് കിട്ടിയായിരുന്നു, നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു. ഒരുപാട് പേര് ബൾബ് വാങ്ങുകയും ചെയ്തു. പക്ഷേ അതിനടുത്ത് പറ്റിക്കാൻ വേണ്ടി കുറേ പേരുണ്ടായിരുന്നു. ഇവരെ കയ്യിൽ നിന്ന് ബൾബ് വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ മുങ്ങിയ ബിരുദന്മാർ. അവനെയൊക്കെ കല്ലെറിഞ്ഞ കൊല്ലണം. അന്നേരം ഈ ബൾബ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? ഉണ്ടാക്കാം, ബാ. വിനീഷേ, എന്താ പറയുന്നു? ബൾബ് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി പോവാണ്. നിസ്സാര കാര്യമല്ല. വലിയൊരാളാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, ഉണ്ടാകും. പക്ഷെ ഇതൊരു കുഞ്ഞു മോൾ ഉണ്ടാക്കുന്നതാണ് അതിശയം. അതെ അതെ, വാ. അവരിത്ര ചെറുതിലേ അവരുടെ ആ ഒരു കഴിവേ. ഇതാണ് ഇവര് ബൾബ് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പ് ഇല്ലേ? വീടും വർക്ക്ഷോപ്പും എല്ലാം ഒരിടത്ത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ മോളുണ്ടാക്കിയതോ? ഉറപ്പാണല്ലേ? കാരണം ഞാൻ മുമ്പായിരുന്നു ഈ പറയും അല്ലാന്ന് പറഞ്ഞേനെ. പക്ഷെ ഞാൻ മുമ്പ് വന്ന് കണ്ടതാണ് ഉണ്ടാക്കുന്ന രീതി. തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ഏത് ബൾബാണ് ഉണ്ടാക്കാൻ പോന്നെ? 9 വാട്ടിന്റെ. നോക്കട്ടെ. നിന്റെ പേരെന്ത് വരുന്നത്? ഹൗസിങ്. തുടങ്ങിയാലോ? എന്നാ തുടങ്ങിക്കോ. എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഇത്രയും പ്രായം വന്നു, എനിക്ക് 10-32 വയസ്സായി. ഇതുവരെ എനിക്ക് ബൾബ് കത്തിക്കാനല്ലാതെ ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. ഇതെന്താ ബോർഡ് അല്ലേ? പിന്നെ ഡ്രൈവ്. നമ്മള് ബോർഡ് എന്ന് പറയുന്നത് കുഞ്ഞു പറയാൻ ഡ്രൈവ് എന്നാ കേട്ടോ. കറക്റ്റ് പേരതാണ്. അടുത്തെന്താ ചെയ്യാൻ പോന്നേ? ക്യാപ്പ് പിടിപ്പിക്കാൻ പോവല്ലേ? ഇപ്പൊ നമ്മള് ഡ്രൈവ് അകർത്ത് വെച്ചില്ലേ? അടുത്ത ക്യാപ്പ് വെക്കുവാണ്. ധാര പഠിപ്പിച്ച ഹജനല്ലേ? ഇതെന്താ ഫാൻ സൗണ്ട് കേൾക്കുന്നത്? അതെന്തിനാ ഫാൻ വെച്ചേക്കുന്നേ? സോൾഡറിൽ പുക വരുമല്ലേ? ഓക്കെ ഓക്കെ. ഉണ്ടോ ഫാൻ ഇരിക്കുന്നുണ്ടോ? ഈ പ്രായത്തിലൊക്കെ സ്മെല്ല് അടിച്ച പ്രശ്നമില്ല കേട്ടോ. പ്രശ്നമാണ്, ജീവ സാഹചര്യമാണ് അല്ലേ? ചേട്ടൻ്റെ കൈ പാടാല്ലേ? പാടാല്ലേ കൈ? ഓക്കെ ഓക്കെ ഓക്കെ. മോളെ സോൾഡർ ചെയ്യുന്നുണ്ടോ? മേടിക്ക്. ഈ സോൾഡർ എന്താ, അല്ല അയൺ എന്താന്നുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്ക് അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയില്ല. സോൾഡർ ചെയ്തില്ലേ? അടുത്ത് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? പഞ്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വെച്ചു. അടിപൊളി, സൂപ്പർ. പഞ്ച് ചെയ്ത് കഴിഞ്ഞോ? അത്രേ ഉള്ളില്ലേ? കൂട്ടുകാരികളൊക്കെ എന്ത് പറയും ഇതൊക്കെ ചെയ്യുമ്പം? വാങ്ങിക്കൂല്ലേ? സ്കൂളിലൊക്കെ കൊടുക്കാറുണ്ടോ കൊണ്ടുപോയി? ടീച്ചേഴ്സൊക്കെ മേടിക്കുമോ അല്ലേ? അടുത്ത എന്ത് ചെയ്യാൻ പോന്നേ? ഓക്കെ ഓക്കെ.
അതെന്ത് ചെയ്യാൻ പോന്ന്? പഞ്ച് ചെയ്യാൻ പോന്ന്. ഓക്കെ, പഞ്ചായോ? ആഹാ. നീ എന്താ ചെയ്യാൻ പോന്നെ? മോഡ്യൂൾ. ഓക്കെ. ആഹാ, ഒരുപാടുണ്ടല്ലേ. നമുക്ക് പണി ഇതല്ലേ. ചെക്ക് ചെയ്യുന്നില്ലേ ഈ ബൾബ്? മോഡ്യൂൾ ചെക്ക് ചെയ്യണ്ടേ? എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? ഓ, ഇങ്ങനെ ചെക്ക് ചെയ്യുന്നില്ലേ? അതെന്തുവാ? ഹീറ്റ് സിങ്ക് കോംബോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്തിനാ ഉപയോഗിക്കുന്നേ? ആ, വലിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ. സ്ക്രൂ ചെയ്യാൻ പോവല്ലേ? ഓ, ടൂൾസ് ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നില്ലേ? മിഷന്റെ പേരെന്താ? സ്ക്രൂ ചെയ്യുന്ന മിഷൻ. എൻ്റെ ഏകദേശം ഒരു 22-23 വയസ്സിലാണ് ഞാൻ ഒരു ഡ്രിൽ മെഷീൻ നേരെ ചെയ്ത് കൈ കൊണ്ട് തൊടുന്നത്. പക്ഷെ ഈ കുഞ്ഞിപ്പം ആ ചെറിയ പ്രായത്തിൽ തന്നെ ഡ്രിൽ മെഷീനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ, ഇല്ലേ മോളെ? അന്നേരം നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു ബൾബ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വെക്കുന്നതായിരിക്കും. തീർച്ചയായും വിളിക്കണം കേട്ടോ. ചെറിയ സഹായം, വലിയ സഹായം ഒന്നും ചെയ്യേണ്ട, ചെറിയ ചെറിയ സഹായം ബൾബ് അടി സഹായിച്ചാൽ മാത്രം മതി. സോൾഡർ ചെയ്യുവാണല്ലേ? ഇടുക്കി തെളിച്ചു നോക്കാൻ. തെളിച്ചു നോക്കാൻ. ആഹാ, ഇന്നല്ല വർക്കിംഗ് ആയില്ലേ? നീ എന്ത് ചെയ്യാൻ പോന്ന്? ഡിഫ്യൂസർ. ബൾബ് ആയി. ഒന്നും കൂടെ തെളിച്ചാലോ നമുക്ക്? ഇന്നല്ല കത്തി. 240 വോൾട്ടാണ് ഈ കടന്നു വന്നത് കേട്ടോ. അതിനകത്താണ് ഈ കുഞ്ഞ് കളിക്കുന്നത് കേട്ടോ. നമ്മളെ കുഞ്ഞു മക്കൾക്ക് അറിയുന്നൊരു കാര്യമാണ് ഇത് ബൾബ് സ്വന്തമായിട്ട് ഇടാൻ. ഒരിക്കലും ഒരു ചെയ്യില്ല. എനിക്ക് ഇപ്പോഴും അറിയാം, 25-30 വയസ്സുള്ള ആൾക്കാർ പോലും ബൾബ് ഇടാനും ഒരു വയർ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ആ സ്ഥാനത്ത് സ്വന്തമായിട്ട് ഈ ഒരു ബൾബ് അസംബിൾ ചെയ്ത് മാർക്കറ്റ് ചെയ്യുക, അച്ഛനെ സഹായിക്കുമോ എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? ഞാൻ ചോദിച്ചു, ഈ വലിയ ബൾബ് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇല്ല, എല്ലാം അസംബിൾ ചെയ്താൽ ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, ഒരുപാട് ഇരിപ്പുണ്ട്. ഇതൊക്കെ വിൽക്കാനുള്ളതാണ്, ഈ കുഞ്ഞു മോൾ ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വെക്കാം. ഉറപ്പായിട്ടും വിളിക്കണം, വിളിച്ച് ഓർഡർ ചെയ്യണം. കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ ആയാലും അയച്ചു തരും ഇല്ലേ? അയച്ചു തരും. ചേട്ടാ ഇനി വന്നേ, ഇവിടെ ചൊറക്കെ പറയണം കേട്ടോ. ചേട്ടൻ്റെ കൈ ഒന്നും കടിച്ചേ. ഒരു കുഞ്ഞുമോളുണ്ടല്ലേ. എന്താണ് ഈ കൈ ചെയ്യാനുള്ളത്? ഇനി ഓപ്പറേഷൻ ചെയ്യണം ഇനി. അന്നേരം അത് നമ്മുടെ ഇവിടുത്തെ ആലപ്പുഴ MP KC വേണുഗോപാൽ സാറാണ് ട്രീറ്റ്മെന്റിന്റെ കാര്യവും വീടിന്റെ പണിയുടെ കാര്യമൊക്കെ ശരിക്കും. വീടിന്റെ പണിയുടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യം കേട്ടോ. നമ്മൾ അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടത് അത് കടമായിട്ടിരുന്നല്ലേ, ജപ്തിയുടെ വക്കിലിരുന്നതാണ്, അതിപ്പോ മാറി. അതെ, അത് ബോച്ചയുടെ മലങ്കര കടി സൊസൈറ്റിയിൽ ആണ് ലോണായിട്ടിരുന്നത്. അപ്പം അത് ജപ്തിയുടെ എന്തൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് KC സാറ് ഇടപെട്ടിട്ട് പിന്നെ ആ ലോണ് ബോച്ചെ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്ത് തന്നു.
പിന്നെ വീട് പണി KC വേണുഗോപാൽ സാറാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട്. നമുക്ക് ആ വീടൊന്ന് കാണാം. ഞാൻ അന്ന് വരാനായിട്ട് കുറെ കട്ട വെച്ച് മാത്രം കെട്ടി പാല് പിടിച്ച് കിടന്നായിരുന്നു. ഇപ്പൊ അത് മാറി ഒരു നല്ല തെളിച്ചോ വെളിച്ചോ ഒക്കെ അവിടെ വന്നു തുടങ്ങി കേട്ടോ. ടൈലൊക്കെ ഇട്ടോണ്ടിരിക്കുക വീട്. ഉടനെ ഇവർക്ക് സ്വന്തം വീട്ടിലോട്ട് മാറില്ലേ മോളെ? സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷമാണ്. അവർ ചിരി കണ്ടില്ലേ? അവർ സ്വന്തം വീട്ടിലോട്ട് മാറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന്റെ വൈഫിനെ ഒരാൾ ആക്രമിക്കാൻ വന്നു. അങ്ങനെ ചേട്ടൻ ചാടി ചെന്ന് അത് രക്ഷപ്പെടുത്താൻ നോക്കിയപ്പം അയാളെ കയ്യിരുന്ന കത്തി ഉപയോഗിച്ച് ചേട്ടൻ എവിടെയൊക്കെ കുത്തിയത്? വയറും നെഞ്ചിനും കുത്തി കേട്ടോ. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ വന്ന് കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്തെ പിന്നെ ഒരു ദുരന്തം. എന്താണ്? കയ്യിൽ നിന്ന് കാണിച്ചേ. ഇപ്പൊ നിലവിൽ എന്ന് പറയുന്ന കൈയുടെ ഈ ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ അകത്തോട്ട് അടുപ്പിക്കാനുള്ള എന്തോ സർജറി ചെയ്യാൻ പോവുകയാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അന്നേരം ആ ഒരു ബുദ്ധിമുട്ടോടെ നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഈ മക്കളെയും പഠിപ്പിക്കണം. ജീവിതം ഇച്ചിരി ദുരിതം കൂടാണ് അല്ലേ? അത് പറയാൻ മടിയുണ്ടോ? വേണ്ട, അത് വേണ്ട. ചെറിയ വിഷമമുള്ള കാര്യം വേറെ ഉണ്ട്. അത് പറയാൻ മനസ്സില്ല. അത് ഈ മക്കളുടെ മുമ്പിൽ നിന്ന് പറയാൻ ഒട്ടും മനസ്സില്ല. അതുകൊണ്ടാണ് പറയാത്തത് അല്ലേ? നമുക്ക് വീടൊന്ന് പോയി കണ്ടാലോ? വീടൊന്ന് കാണാം. പരിചയപ്പെടുത്തി തരുമോ? മോളെ പേരെന്തായിരുന്നു? മോളെ പേരെന്തായിരുന്നു? ശരണ്യ ഗൗരി. ചേട്ടന്റെ പേരെന്തായിരുന്നു? ഗവേഷ്. അത് ഗവേഷണം. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അന്നേരം ബൾബ് വാങ്ങണം ഉറപ്പായിട്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. മോൾ ഇനിയും ചെയ്ത് തരും. വിളിക്കണം. ഓക്കെ, മക്കളുടെ വീട്ടിലോട്ട് പോവാ അല്ലേ? പോയില്ലേ? ചേട്ടൻ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. വീട്ടിലെ ഒറ്റ ചേട്ടന്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പാടാണ് അല്ലേ? പഠിക്കൂ, നല്ലോണം പഠിക്കൂ. കള്ളത്തരം പറയുമോ? അല്ല. നേരം 10ാം ക്ലാസ് എത്ര പ്ലസ് പഠിക്കും? ഫുള്ള് പഠിക്കും. മോളെ വീടെത്താറായോ? എവിടാ? നമ്മളെ ഗൗരിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അന്ന് ഇവിടെ വരാൻ നേരത്ത് പാല് പിടിച്ച് കിടന്നായിരുന്നു ഇല്ലേ? ഇപ്പം കുറേയൊക്കെ പണി തീരാറായില്ലേ? ടൈലിട്ടോണ്ടിരിക്കുവല്ലേ? അയ്യോ, അത് കയറി പിടിച്ച് ഓടിച്ചില്ലേ? കൈ നിക്കത്തില്ലെന്ന് വികൃതി ഉണ്ടില്ലേ ചെറുതായിട്ട്? ഇതാണോ നമ്മളെ ഗൗരിയുടെ വീടിന്റെ പണി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്ത വീടല്ലേ ചേട്ടാ? ആണോ? ബ്ലഡി ഫുൾ. ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? അത് കയറാൻ പറ്റുമോ? ഓടേ. നമ്മൾ വീടിനകത്തോട്ട് കയറുവാണ്. കയറിക്കോ. ചെരുപ്പ് വീട്ടിട്ട് കയറത്തോളോ? നല്ല കാര്യം. പോട്ട്, ഞാനും ഊരി. ഈ കട്ടിലേക്ക് ഇവിടെ നിപ്പിച്ച് കൊള്ളാം കേട്ടോ. പഴയ ടൈപ്പ് ഇല്ലേ? പൂജാറൂം, ചെറിയൊരു ഹാള്. എന്തെങ്കിലും പറയാനുണ്ടോ മോൾക്ക്? ഒന്നും പറയില്ലേ? മോളുടെ റൂം ഏതായിരിക്കും? ഇതാണോ റൂം? അത് പ്രത്യേകതയിലുണ്ടോ? ഇല്ല. ഇതാ മോളുടെ റൂം കേട്ടോ. ചെറിയൊരു കിച്ചൺ. വാഷ് ബേസിൻ അവിടെ വരുന്നില്ലേ? എത്ര പെട്ടെന്ന് ഓണത്തിന് മുമ്പ് കയറാൻ പറ്റുമോ? പ്രതീക്ഷിക്കുന്നില്ലേ? ആരെയപ്പം നിർമ്മിച്ചിരുന്നേ? പണിയെ നിർത്തിയിരുന്നേ? KC സാറ്. ഓക്കെ. ചേട്ടാ, നമ്മളെ സ്ഥലപ്പേരെന്ന് പറയാമോ കറക്റ്റ്? ആലപ്പുഴ ജില്ലയിൽ എവിടെ ആയിട്ട് വരും? മണ്ണഞ്ചേരി പഞ്ചായത്തിൽ പൊന്നാട്. മോളെ എത്രല്ല പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? മുഹമ്മ. മോള് ഇവിടെ തന്നെയാണോ? LP സ്കൂളില്. ടാങ്കൊക്കെ സെറ്റ് ചെയ്തു. ഇനി വാ വികൃതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷം മുമ്പാണ് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. ഇച്ചിരി ബാക്കിലോട്ട് നിന്നേ. ഞാനേ 2 വർഷം മുമ്പാണ് വന്ന് വീഡിയോ എടുക്കുന്നത്. അന്ന് ഇവരൊന്നും ആയിട്ടില്ല. അന്ന് ഈ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇപ്പം വീടൊക്കെ ഒരുവിധമൊക്കെ പണി തീരാറായി എന്ന് വിചാരിക്കുന്നില്ലേ? നമ്മൾ ഓണത്തിന് മുമ്പ് കയറാൻ പ്രതീക്ഷിക്കുന്നു. അന്നേരം
ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ മക്കളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്നതേ. അന്നേരം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സഹായിക്കുക. ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വെക്കാം, വിളിക്കാം. ഓക്കെ.